ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. ജീവൻ്റെ കിരീടം എനിക്ക് നൽകട്ടെ ദൈവം. ഓട്ടം പൂർത്തിയാക്കിയവരാണ് ഈ കിടക്കുന്ന സ്നേഹമുള്ളവർ. നമ്മളും ഒരു നാൾ ഇതുപോലെ കിടക്കും. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളും നിത്യജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈശോ തരുന്ന ഒരു സന്ദേശം, പ്രിയപ്പെട്ട ദൈവമക്കളെ, സീറോ മലബാർ സഭയിൽ നമ്മൾ പാട്ടിൻ്റെ ഒരു ഈരടി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒപ്പീസിൻ്റെ സമയത്ത് മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഒരു ദിവസം അന്തി മയങ്ങിയ നേരത്ത് വിണ്ണിൽ നിന്ന് ഒരു മാലാക ചെന്തി പോലെ, ചുമന്ന തീ പോലെ ഉജ്ജ്വലിക്കുന്ന ഒരു മാലാക വിണ്ണിൽ നിന്ന് മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ. ഒരു മാലാക വിണ്ണിൽ നിന്ന് എൻ്റെ മരണത്തിൻ്റെ സന്ദേശവുമായിട്ട് എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ആ മരണത്തിൻ്റെ സന്ദേശം കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. എൻ്റെ സ്വരമൊക്കെ ഇടറിപ്പോയി. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി. മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ആ മാലാഖയുടെ സന്ദേശം കേട്ടപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ സ്വരമിടറി. എന്നിട്ട് മിഴിനീർ തൂകി കണ്ണുനീരോടെ ഞാൻ ഉണർത്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ? ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ഒരു നിമിഷം എനിക്ക് തരണേ. ഒരു നിമിഷം എനിക്ക് തായോ. ഞാൻ എത്ര കാലം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം എനിക്കൊന്ന് പശ്ചാത്തപിക്കണം, എനിക്കൊന്ന് കുമ്പസാരിക്കണം. എന്നെ വേദനിപ്പിച്ചവർക്ക് ഞാനൊന്ന് മാപ്പ് കൊടുക്കണം. ഞാൻ വേദനിപ്പിച്ചവരോട് എനിക്കൊന്ന് മാപ്പ് ചോദിക്കണം. എന്നോട് ക്ഷമിക്കണം. ആരൊക്കെയോ ആയിട്ട് ഞാൻ വൈരാഗ്യത്തിലാണ്. ഞാൻ വൈരാഗ്യത്തിലാണ്. ഞാൻ ദേഷ്യത്തിലാണ്. ഞാൻ മിണ്ടാതിരിപ്പുണ്ട്. സഹോദരന്മാരോട് ഞാൻ കോപിച്ചിരിക്കുക. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. എനിക്കൊരു നിമിഷം തരണം. ഇത്ര പെട്ടെന്ന് മാലാഖയെ നീ എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് അനുതപിക്കണം. ഞാൻ പലരോടും വൈരാഗ്യത്തിലുണ്ട്, പലരോടും ദേഷ്യത്തിലാണ്. എനിക്കൊന്ന് അനുതപിക്കണം, ഒന്ന് പശ്ചാത്തപിക്കണം, ഒന്ന് മാപ്പ് ചോദിക്കണം, ഒന്ന് മാപ്പ് കൊടുക്കണം. എനിക്കൊരു നിമിഷം തരുമോ? എനിക്കൊരു നിമിഷം. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, നാഥ നീ താൻ അവലംബം. ദൂതൻ പ്രാർത്ഥന കേൾക്കില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ സമയം തെല്ലും തരില്ല. സണ്ണിക്ക് മാനസാന്തരപ്പെടാൻ ഞാൻ കുറേ സമയം തന്നില്ലേ? ഇത്രയും വർഷം നൽകിയില്ലേ? എന്നിട്ട് എന്തേ ആ സമയത്ത് മാനസാന്തരപ്പെട്ടില്ല? ഈ അന്ത്യവിനാഴികയിലാണോ നീ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? ഈ അവസാനത്തെ നിമിഷമാണോ നീ ഒന്ന് ക്ഷമ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ കള്ളനെ പോലെ വരുമെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ കള്ളനെ പോലെ വരുമെന്ന്? ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നില്ലേ? കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് വീട്ടുടമസ്ഥൻ അറിയായികയാൽ അവൻ ഒരുങ്ങിയിരിക്കില്ലേ? അതുപോലെ നീ എന്തേ ഒരുങ്ങിയില്ല? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇനി സമയം തരില്ല. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥ നീ താൻ അവലംബം.
ദൂതൻ പ്രാർത്ഥന കേൾക്കില്ല. അതുകൊണ്ട് പ്രിയ മക്കളെ, ഓരോ നോമ്പുകാലവും നമുക്ക് പശ്ചാത്തപിക്കാനായിട്ട് ദൈവം തരുന്നതാണ് കേട്ടോ. നമുക്ക് അനുദപിക്കാനായിട്ട് കർത്താവ് തരുന്ന സമയങ്ങളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എവിടെ ധ്യാനത്തിന് പോകുന്നോ അവിടെ ആ പള്ളിയിൽ സെമിത്തേരി പോയി പ്രാർത്ഥിക്കും. മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി. എൻ്റെ അമ്മയപ്പനും മരിച്ചു, എനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. അതുപോലെ മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി, നാനാജാതി മതസ്ഥരായ എല്ലാ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മരിച്ചവർക്ക് സ്വയം പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവർ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. മരിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നില്ലെന്ന് പറയുന്നില്ലേ? വിശുദ്ധരായവർ ഒരുപക്ഷെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ പാപിയായ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സ്തുതിക്കണം. എനിക്ക് സ്വയം പ്രാർത്ഥിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊന്ന് ഓർക്കാം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ മരിച്ചവരെല്ലാം ഓർക്കാം. അവർ സ്വർഗത്തിൽ പോണേ, അവരെ നീ അനുഗ്രഹിക്കണമേ. ശരീരം ജീർണിച്ച് ഇല്ലാതാകും, പക്ഷെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. കർത്താവെ, മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കുക ദൈവമേ, അഭിഷേകം ചെയ്യണമേ. അവർ നിന്നോടുകൂടെ വസിക്കട്ടെ കർത്താവേ. അവർ നിന്നോടുകൂടെ അനന്തകാലം ജീവിക്കട്ടെ ദൈവമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്നേഹമുള്ള ദൈവജനമേ, നമുക്ക് അനുദപിക്കാം കേട്ടോ. നമുക്ക് പശ്ചാത്തപിക്കാം കേട്ടോ. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ആരെങ്കിലുമൊക്കെ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് കൊടുക്കുക അവർക്ക്. ഞങ്ങൾ മാപ്പ് ചോദിക്കുക ഞങ്ങൾ വേദനിപ്പിച്ചവരോട്. ഞങ്ങളുടെ പാപകടങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങളും ഒരു നാൾ ഇതുപോലെ കിടക്കേണ്ടവരാ ദൈവമേ. കരുണ ചൊരിയണേ. നിന്നോടുകൂടെ ജീവിക്കാനുള്ള വലിയൊരു വിശുദ്ധിയും അഭിഷേകവും ഞങ്ങൾക്ക് തരണേ. ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുക. കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹായുടെ വിലതീരാത്ത തിരുരക്തത്തെ പ്രതി അവരോട് നീ കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. കർത്താവെ, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അനാഥമായ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ ദൈവമേ. ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹത്തോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുക. ആരും നശിക്കരുത് ദൈവമേ. സ്വർഗത്തിലെത്തട്ടെ നിൻ്റെ മക്കൾ. ഞങ്ങളും ഒരു നാൾ മരിക്കും. ഞങ്ങൾക്കും സ്വർഗീയ സൗഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പള്ളിത്തുറ പള്ളിയിലാണ്. കളക്കൂട്ടം 3-ാമത്തെ ദിവസമാണ് ഇന്ന് ധ്യാനം. പള്ളിയുടെ തൊട്ട് തന്നെയാണ് സെമിത്തേരി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സെമിത്തേരി ഒന്ന് കാണിക്കാനായിട്ടാണ്. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ നോമ്പിൽ നമുക്കൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മരിച്ചു പോരെ പ്രത്യേകം ഒന്ന് ഓർക്കാം. സ്നേഹമുള്ളവർ,
ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ പ്രിയപ്പെട്ടവർ. അനേകരിലേക്ക് എത്തട്ടെ. എല്ലാവരും മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.